നമ്മളുടെ മെന്റലിന്റെ ഇൻഹെറിറ്റൻസ് എന്നുള്ള വേരിയേഷനിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു അല്ലേ? അതേപോലെ മറ്റൊരു വേരിയേഷനാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മക്കളെ? ഒരുമിച്ച് എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് കോ എക്സിസ്റ്റൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാം, എല്ലാവരും ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം മുന്നിൽ നിൽക്കുന്നതിനെയാണ് ഡോമിനേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മുന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മളുടെ എന്താണ് മെന്റലിലെ ലോ പറഞ്ഞത്? രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടർ വരുമ്പോൾ ഒന്ന് മറ്റേതിനെ ഡോമിനേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മുടെ കാറ്റിൽസിലും അതുപോലെ കുതിരകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോൺകോട്ട് പാറ്റേൺ എന്ത് കാണിക്കുന്നുണ്ട്? കോ ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു വൈറ്റ് കളർ പശു ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു ബ്രൗൺ കളർ പശു ഉണ്ട്. ഇവിടെ റെഡ് എന്നാണ് എഴുതിയത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും തമ്മിൽ ബ്രീഡ് ചെയ്താൽ നമ്മൾ സാധാരണഗതിയിൽ എന്ത് എക്സ്പെക്ട് ചെയ്യും? ഒന്നെങ്കിൽ ബ്രൗൺ ഡോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വൈറ്റ് ഡോമിനേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ കണ്ടത് എന്താണ്? ഇവിടെ നമ്മുടെ പശുവിൻ്റെ കളർ എന്താ? ഇവിടെ നമുക്ക് വൈറ്റും ഉണ്ട് ബ്രൗണും ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടും വന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? കോ ഡോമിനൻസ് എന്ന് വിളിക്കും. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റോൺകോട്ട് പാറ്റേൺ ആയതുകൊണ്ട് നമ്മൾ 6 കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ എന്തെടുത്തു? റെഡും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരെ നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ എല്ലിയിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു, ഇതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു, ആൻഡ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അതായത് രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്തു. രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്? കോ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ഇതേപോലെ കോ ഡോമിനൻസിന് വേറൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം.